രേണുക, ആ ഒരു മിനിറ്റ്. എന്താ സാർ? പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ പെൻഡിംഗ് ഫയലുകളെല്ലാം എനിക്കൊന്ന് കാണണം. പിന്നെ ലാസ്റ്റ് 3 monthsലെ മുഴുവൻ പർച്ചേസ് ലിസ്റ്റും വേണം. ശരി സാർ. വയ്ക്കോളൂ. ഈ ഓഫീസിലേക്ക് ഇങ്ങനെ തിരിച്ചു വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഒരു വെറും സ്റ്റാഫായി ജോലി ചെയ്തിരുന്ന ഈ ഓഫീസിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു പോസ്റ്റിലേക്കുള്ള എന്റെ തിരിച്ചുവരവ് ഇവിടെ ആരും പ്രതീക്ഷിച്ചു കാണില്ല. ഈ മാറ്റം ഒരുപാട് കാര്യങ്ങളുടെ തുടക്കമാണ്. ഈ കസേരയിൽ ഇരുന്നതിന് ശേഷമുള്ള ആദ്യത്തെ കോളാണ്. എന്നോടുള്ള കലിപ്പിലായിരിക്കും ഇപ്പൊ വിളിക്കുന്നത്. എന്തെങ്കിലും പറഞ്ഞ് ഇവളെ കൂളാക്കിയേ പറ്റൂ, ഇല്ലെങ്കിൽ അത് പണിയാവും. ഹലോ, നീ എവിടെ പർച്ചേസിംഗ് ഹെഡിന്റെ കസേര കയറി ഞെളിഞ്ഞിരിക്കുമായിരിക്കും അല്ലേ? സ്ഥാനാരോഹണം കാണാൻ അർച്ചനയും നിന്റെ ഭാര്യ വന്നിട്ടുണ്ടല്ലോ. സ്ഥാനാരോഹണം എപ്പോഴേ കഴിഞ്ഞു. നീ എന്തിനാ വിളിച്ചത്? എന്റെ അനുവാദം ഇല്ലാതെയാ നീ ഈ ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നത്. എന്റെ അനുവാദം ഇല്ലാതെ കയറുന്നവർ ആ ഓഫീസിൽ അധികകാലം ജോലി ചെയ്യില്ല. അത് നിനക്കറിയാലോ. ഞാൻ ഇവിടെ ജോലിക്ക് കയറിയതേ എനിക്ക് വേണ്ടി മാത്രമല്ല. പിന്നെ നിന്റെ അനുവാദം വാങ്ങാതിരുന്നത് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പിന്നീട് പറയാം. പക്ഷെ ഇതെല്ലാം നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണെന്ന് മാത്രം നീ മനസ്സിലാക്കിയാൽ മതി. നീ പറയുന്നത് ഇനിയും ഞാൻ വിശ്വസിക്കണം അല്ലേ? വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ ചെയ്യുന്നതൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷേ ഇവിടെ ഞാൻ ഈ പോസ്റ്റിലിരിക്കുന്നത് കൊണ്ട് നിനക്കൊരു ദോഷവും സംഭവിക്കില്ല. അത് ഞാൻ ഉറപ്പുതരാം. നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മരുമകനായ നീ ഇപ്പോ നന്മയുടെ പ്രതിരൂപം അല്ലേ? പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം, ആ കസേരയിലിരുന്ന് നീ അനുസരിക്കേണ്ടത് എന്നെ മാത്രമാ. നടന്നത് തന്നെ. നീ എന്താ ഒന്നും പറയാത്തത്? മനസ്സിൽ നീ എന്നെ പുച്ഛിക്കായിരിക്കും ഇപ്പോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ സീറ്റിലിരിക്കുന്നത് കൊണ്ട് നിനക്കൊരു ദോഷം ഉണ്ടാവില്ല, മറിച്ച് ഗുണം മാത്രമേ ഉണ്ടാവൂ. ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. എന്താവും പറഞ്ഞതിന്റെ അർത്ഥം? ആ പോസ്റ്റിലിരിക്കുമ്പോ എനിക്ക് ഗുണം ഉണ്ടാകുമെന്ന് പറഞ്ഞാ അതിനർത്ഥം എന്താ?